ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടാണ്. അപ്പം ഇന്ന് ഇത്രയും താമസിക്കാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് റാസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വന്നിട്ട് ഞാൻ എടുക്കാമെന്ന് കരുതി. രാവിലെ നോക്കിയപ്പം ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. 11 മണിക്ക് നോക്കിയപ്പം പറഞ്ഞു 3:30-ക്കാണെന്ന്. പിന്നെ ഇന്നലെ ആരൊക്കെയോ പറഞ്ഞു ഇന്നലെ കിട്ടുമെന്ന്. അതും നോക്കി അന്നേരം ഇല്ല. അപ്പം ഇന്ന് 3:30 ആയപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ സമയം ഏകദേശം 11:16 ആയിട്ടുണ്ട് രാത്രി. 11:16. അപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നത്. കുറച്ച് നേരമായി വന്നിട്ട്. ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ നോക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പം HSS ലൈവിൽ നമുക്ക് റിസൾട്ട് നോക്കാം. അപ്പം ഞാൻ 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയത്. ബയോളജി, കെമിസ്ട്രി, മലയാളം. ബയോളജി, കെമിസ്ട്രി, മലയാളം ഈ 3 സബ്ജക്റ്റാണ് എഴുതിയത്. ബയോളജിക്ക് എനിക്ക് 91 മാർക്കായിരുന്നു 100-ലുണ്ടായിരുന്നത്. കെമിസ്ട്രിക്കും ബയോളജിക്കും ബയോളജി ഇമ്പ്രൂവ് ആവാൻ ഒട്ടും ചാൻസ് ഇല്ല. കെമിസ്ട്രിയും മലയാളവും ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയോ കാണിക്കുന്നു. കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു റിസൾട്ട് വന്നു എന്ന്. അപ്പോൾ എല്ലാവർക്കും നോക്കിയില്ല എന്ന് പറയുമ്പോൾ അവർ പറയും ഇതുവരെ നീ നോക്കിയില്ല എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സൈറ്റൊക്കെ. നമുക്ക് മേലോട്ട് വെച്ച് കാണാം. ഇതിൻ്റെ ലൈറ്റൊന്നും കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒന്ന് രജിസ്റ്റർ നമ്പർ അടിച്ചു. പിന്നെ ഇതിനകത്ത് ഡേറ്റ് അടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഡേറ്റ് അടിക്കാം. കുറച്ച് ബാക്കിലോട്ട് പോകണം. അങ്ങനെ ഡേറ്റും ഇയറും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കാനായിട്ടാണ് സാധനം വന്നിരിക്കുന്നത്. നമുക്ക് അതോടെ കൊടുക്കാമേ. ഓക്കെ, അപ്പം എല്ലാം കഴിഞ്ഞിനിപ്പം നമുക്ക് ചെക്ക് റിസൾട്ട് കൊടുത്താൽ മതി. എന്തായാലും വരും, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചെക്ക് റിസൾട്ടിൽ കൊടുത്തു. അതേ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും മലയാളം കിടപ്പുണ്ട്. മാക്സിമം മാർക്ക് പ്യുവർ സ്കോർ എത്ര കിട്ടിയ. മലയാളത്തിന് ഫുൾ മാർക്കുണ്ട്. കെമിസ്ട്രിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് 73, അത് A+ ആയി. ബയോളജിയാണ് നമ്മൾ കാത്തിരുന്ന സബ്ജക്റ്റ്. ബയോളജി 27 മാർക്കാണ് ആകെ കിട്ടിയിട്ടുള്ളത്. പാസ്സായെന്ന് തോന്നുന്നു. 27 മാർക്കാകുമ്പോൾ പാസ്സാകും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇയർ ഇതിനെക്കാട്ടി മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണോ എടുക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാർക്കുള്ളതായിരിക്കും എടുക്കുന്നതെന്ന്. ഓക്കെ, അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെയൊക്കെ മാർക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.